അമേരിക്ക പെട്ടത് തന്നെ. ആണവായുധം നേരിടാൻ തയ്യാറായി ഇരുന്നോളാനുള്ള സാക്ഷാൽ പുടിന്റെ പ്രതികരണം എത്തിക്കഴിഞ്ഞു. അതിമാരകമായ ആണവായുധ കലവറയുള്ള റഷ്യയെ തടുക്കാനോ അല്ലെങ്കിൽ അതിനെയൊന്ന് അതിജീവിക്കാനോ ഉള്ള കഴിവില്ലാത്ത ലോക പോലീസിന്റെ ഗതി ഇങ്ങനെ പോയാൽ അധോഗതിയാവുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. താൻ കുഴിച്ച കുടിയിൽ താൻ തന്നെ വീണു എന്ന ചൊല്ല് ഇപ്പോൾ നിലവിൽ അമേരിക്കയോളം ചേരുന്ന മറ്റൊരു രാജ്യവും എന്തായാലും ഇന്നീ ലോകത്തില്ല. യുദ്ധക്കൊതിയന്മാർ ചെയ്തു കൂട്ടിയതിനൊക്കെ അതിന്റെ ഇരട്ടിയായി തിരിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിൽ പുടിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് പുടിന്റെ പ്രതികരണവും അതുപോലെ അമേരിക്കയുടെ കൊടും ചതിയും അതിനെ പുടിൻ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കയിലേക്ക് പോകരുതെന്നും അവിടെയുള്ളവരോടാകട്ടെ രാജ്യം വിടാനുമായി റഷ്യ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ ഒരു നീക്കം റഷ്യ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയായിട്ടാണ് യുദ്ധവിദഗ്ധർ എല്ലാവരും തന്നെ വിലയിരുത്തുന്നത്. ഉക്രൈന്റെ തലസ്ഥാനം മാത്രമല്ല, മൊത്തത്തിൽ തന്നെ റഷ്യ തരിപ്പണമാക്കുമെന്നത് എന്തായാലും ഉറപ്പായ സ്ഥിതിക്ക് ഇനി അടുത്തതായി ലോകത്തിന് അറിയേണ്ടത് റഷ്യ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ അല്ലെങ്കിൽ അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ തന്നെ ആണവായുധം പ്രയോഗിക്കുമോ എന്നതാണ്. റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായ ഒറീഷ്നിക്കിനെയും അമേരിക്കയെ മൊത്തം നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ സാധിക്കുന്ന, ലോകം മുഴുവനും പേടിക്കുന്ന സാത്താൻ 2വിനെയും തടയാൻ ശേഷിയുള്ള ഒരായുധവും നിലവിൽ ലോകത്തില്ല. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ അമേരിക്ക ഇനി ആരെ ആശ്രയിക്കുമെന്നാണ് അടുത്ത ചോദ്യം. യുദ്ധക്കൊതിയന്മാരുടെ യുദ്ധക്കൊതി എന്നേക്കുമായി ഒടുക്കുവാൻ ഏതറ്റം വരെയും റഷ്യ പോകുമെന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈൽ റഷ്യക്ക് നേരെ ഉക്രൈൻ പ്രയോഗിച്ചതാണ്. അതാണ് അമേരിക്കയ്ക്ക് നേരെയുള്ള ആണവ ആക്രമണ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അമേരിക്ക ആണവായുധം പ്രയോഗിക്കാൻ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അത് പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ റഷ്യക്കാണ് സാധിക്കുക. അതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അനുമതി മാത്രം മതി. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് എല്ലാവരും. അമേരിക്കയെ ഭൂപടത്തിൽ നിന്നും തന്നെ തുടച്ചു നീക്കണമെന്ന പകയാണ് നിലവിൽ റഷ്യൻ സൈനികർക്കുമുള്ളത്. ഉക്രൈനെ മുൻനിർത്തി അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെ ആവരുതെന്ന് ആഗ്രഹിക്കുന്ന ലോക രാജ്യങ്ങൾ പുതിയ സംഭവ വികാസങ്ങളെ ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത്. തെക്കൻ റഷ്യൻ നഗരമായ ടാഗൻ റോഗിന് സമീപമുള്ള റഷ്യൻ സൈനിക എയർഫീൽഡിന് നേരെയാണ് ഉക്രൈൻ സൈന്യം 6 അമേരിക്കൻ നിർമ്മിത ATACMS മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ ആക്രമണത്തിന് ശക്തമായി പ്രതികാരം ചെയ്യുമെന്നും റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഏത് രൂപത്തിലാകുമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഉക്രൈൻ സേന തൊടുത്തുവിട്ട 6 അമേരിക്കൻ മിസൈലുകളിൽ 2 എണ്ണം റഷ്യൻ സൈന്യം വെട്ടിവെച്ച് വീഴ്ത്തിയിട്ടുമുണ്ട്. മറ്റ് 4 എണ്ണം ആകട്ടെ ഇലക്ട്രോണിക് വാർഫെയറിൽ വഴിതെറ്റിയാണ് പതിച്ചത്. ഈ ആക്രമണത്തിൽ എയർഫീൽഡിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും 2 അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളും നിരവധി കാറുകളും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മിസൈലുകളുടെ ശകലങ്ങൾ വീണ് ഏതാനും റഷ്യൻ സൈനികർക്കും പരിക്കേറ്റതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. പാശ്ചാത്യ ലോങ് റേഞ്ച് ആയുധങ്ങളുടെ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാതെ പോകില്ലെന്ന് തുറന്നടിച്ച റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സാധ്യമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ ഉപയോഗിച്ചതിന് ഒറീഷ്നിക് മിസൈൽ പരീക്ഷണാർത്ഥം തൊടുത്തുവിട്ടുകൊണ്ടാണ് റഷ്യ എന്ന മറുപടി നൽകിയത്. വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഈ മിസൈലിൽ ആണവ പോർമുന ഘടിപ്പിച്ചു വിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഉക്രൈനും നാമാവശേഷമാകും. ഉക്രൈന് പുറമെ നാറ്റോ രാജ്യങ്ങളിലെ 42 സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടും ഒറീഷ്നിക് മിസൈൽ റഷ്യ സ്ഥാപിച്ചിട്ടുണ്ട്. കടും കൈ പ്രയോഗിക്കേണ്ടി വന്നാൽ അതിനു മുൻപ് ഈ 42 കേന്ദ്രങ്ങളും ഒരേ സമയം തകർക്കാൻ റഷ്യക്ക് സാധിക്കും. ഒറീഷ്നിക് മിസൈൽ ഉക്രൈനിലേക്ക് പരീക്ഷിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് അന്ന് അമേരിക്കയ്ക്ക് റഷ്യ വിവരം കൈമാറിയിരുന്നുവെങ്കിലും ഈ ആധുനിക മിസൈലിനെ തടുക്കാൻ അമേരിക്ക ഉക്രൈനിൽ സ്ഥാപിച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അവർ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ യാഥാർത്ഥ്യം അമേരിക്കൻ ചേരിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതേസമയം ആണവശക്തിയായ ഉത്തര കൊറിയയും ഏത് നിമിഷവും അമേരിക്കയ്ക്ക് എതിരെ പ്രകോപനത്തിന് വരാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായും മുടക്കി ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ചപ്പോൾ ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി സമവായത്തിലെത്തിയിരുന്നത്. ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ പഴയ കിം ജോങ് ഉന്നിനേക്കാൾ 10 മടങ്ങ് ശക്തിയിലാണ് ഇപ്പോൾ ഉത്തര കൊറിയൻ ഭരണാധികാരി ഉള്ളത്. റഷ്യയുമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാർ അത്രയ്ക്കും ശക്തമാണ്. ഇരു രാജ്യങ്ങൾക്കും എന്ത് ഭീഷണി ഉണ്ടായാലും സൈനികമായി പരസ്പരം സഹായിക്കുമെന്നാണ് ആ കരാർ. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുടിൻ ഒരു വാക്ക് പറഞ്ഞാൽ അമേരിക്കയിലേക്കും കിം ജോങ് ഉൻ ആണവ മിസൈൽ അയക്കുമെന്നത് വ്യക്തമാണ്.
അമേരിക്കയുടെ ലോക പോലീസ് കളി അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനും ഉള്ളതുപോലെ ഉത്തര കൊറിയയ്ക്കുമുണ്ട്. അമേരിക്കൻ ചേരിയുടെ ഉപരോധം മൂലം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഉത്തര കൊറിയയെങ്കിൽ അമേരിക്കയുടെ അവസ്ഥ അതല്ല. ഒരു ചെറിയ ബോംബ് വീണാൽ പോലും ആ നിമിഷം തകരുന്ന ഓഹരി വിപണിയും ഭയന്ന് ബോധം കെട്ട് വീഴുന്ന ജനങ്ങളുമാണ് അവിടെയുള്ളത്. പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിൽ പതിച്ചാൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ മുൻപ് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ATACMS ഉൾപ്പെടെയുള്ള അമേരിക്ക വിതരണം ചെയ്യുന്ന ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ കഴിഞ്ഞ മാസമാണ് അമേരിക്ക ഉക്രൈന് അനുമതി നൽകിയിരുന്നത്. ഇതിനെതിരെ അമേരിക്കയിലും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ജോ ബൈഡൻ ഈ കാണിച്ചു കൂട്ടിയതൊക്കെയും മൊത്തം അമേരിക്കക്കാരുടെ ജീവനും അപകടത്തിലാക്കുന്നതാണെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതാക്കളുമൊക്കെ ഒരേപോലെ തന്നെ അഭിപ്രായപ്പെട്ടതാണ്. ഇതൊരു യുദ്ധപ്രഖ്യാപനമായതിനാൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണെന്നും റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതാണ്. അതാണ് ജോ ബൈഡനെ ചൊടിപ്പിച്ചിരുന്നത്. പടിയിറങ്ങും മുമ്പ് വലിയ സാമ്പത്തിക സഹായവുമാണ് ഉക്രൈന് ഈ ബൈഡൻ ഭരണകൂടം അനുവദിച്ചത്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യൻ സെൻട്രൽ ബാങ്കിന് $300 ബില്യൺ ആസ്തി മരവിപ്പിച്ചിരുന്നു. ജൂണിൽ G7 അംഗങ്ങൾ ഉക്രൈന് $50 ബില്യൺ വായ്പയായി വാഗ്ദാനം ചെയ്തത്. ഉക്രൈന് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുന്ന ഈ തുക മരവിപ്പിച്ച റഷ്യൻ ഫണ്ടിൽ നിന്നുള്ളതാണെന്നാണ് മറ്റൊരു വിവരം. ആയുധങ്ങൾ വാങ്ങാനും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനുമാണിത്. ഉക്രൈനെ സഹായിക്കുന്നതിനുള്ള തുക മുഴുവനും കണ്ടെത്തുന്നത് ഇങ്ങനെ റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ടുകളിൽ നിന്നാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഫെഡറൽ ഫിനാൻസിംഗ് ബാങ്കുമായി $20 ബില്യൺ 40 വർഷത്തെ വായ്പയ്ക്കായുള്ള കരാറിനും ഉക്രൈൻ സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ നീക്കം റഷ്യയ്ക്കുണ്ടാക്കിയ പക എന്തായാലും ചില്ലറയൊന്നുമല്ല. അത് കത്തിപ്പടരുന്നതിനിടയിലാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് സമാനമായി അമേരിക്കയുടെ കൂടുതൽ മിസൈലുകൾ റഷ്യയുടെ മണ്ണിലേക്ക് വന്നു വീണത്. ഇതോടെ ഉക്രൈനും അമേരിക്കയ്ക്കുമെതിരെ ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഉക്രൈന്റെ തലസ്ഥാനം അവിടെ തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യം പോലും വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ യുദ്ധവിദഗ്ധർ ആരായുകയാണ്. അതിനിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഉക്രൈന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചാണ്. അതായത് 2 വർഷം മുമ്പ് റഷ്യയുമായി പൂർണ്ണ തോതിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉക്രൈന് നഷ്ടമായത് 43,000 പട്ടാളക്കാരുടെ ജീവനാണ്. 3,70,000-ഓളം സൈനികർക്ക് ഈ കാലയളവിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ചികിത്സ പൂർത്തിയാക്കി യുദ്ധമുന്നണിയിൽ സജീവമാണെന്നാണ് സെലൻസ്കി പറയുന്നത്. നേരത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകിയ കണക്കുകൾ അനുസരിച്ച് വൻതോതിലുള്ള ആൾനാശമാണ് ഉക്രൈന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഉക്രൈൻ മരിച്ചവരുടെ പരിക്കേറ്റവരുടെയും കണക്കുകൾ പുറത്തുവിട്ടത്. നേരത്തെ റഷ്യയും ഉക്രൈനും യുദ്ധത്തിലെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. റഷ്യ ഇപ്പോഴും ഉക്രൈനിലേക്ക് അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയ്ക്കും വൻതോതിലുള്ള ആൾനാശവും മറ്റു നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ മാസവും ഇരു രാജ്യങ്ങളിലും ആയിരക്കണക്കിന് ആളുകളും സൈനികരുമാണ് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെ രാജ്യസുരക്ഷയ്ക്കായി എത്തിക്കണമെന്നും ഇതിന് ഉക്രൈൻ എപ്പോഴും തയ്യാറാണെന്നും സെലൻസ്കി വ്യക്തമാക്കി. ഉക്രൈനും നാറ്റോ സഖ്യത്തിൽ ചേരുന്നതിന് മുന്നോടിയായി ഈ നടപടിയെ കണക്കാക്കാമെന്നും സെലൻസ്കി ചൂണ്ടിക്കാട്ടി. സമൂഹ മാധ്യമമായ ടെലഗ്രാമിലൂടെയാണ് സെലൻസ്കി ഈ പ്രഖ്യാപനം നടത്തിയത്. ഉക്രൈനെ എപ്പോഴാണ് യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗമായി ചേർക്കുന്നത് എന്ന കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ പടിഞ്ഞാറൻ സൈന്യത്തെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നും സെലൻസ്കി പറഞ്ഞു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി റഷ്യ ഉക്രൈൻ യുദ്ധം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും വേഗം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ലോകരാഷ്ട്രങ്ങൾ തുടർന്നു വരുന്നു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ശനിയാഴ്ച പാരീസിൽ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച എന്തായാലും നടത്തുന്നുണ്ട്. റഷ്യയുമായി വെടിനിർത്തൽ നിലവിൽ വരുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എന്തായാലും ചർച്ചാ വിഷയവുമാകും. എന്നാൽ ഈ വിഷയത്തിൽ സെലൻസ്കി പറയുന്നത് യുക്രൈന്റെ നാറ്റോ പ്രവേശനം താൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തുമെന്നാണ്. ബൈഡൻ ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തുടരുന്ന സാഹചര്യത്തിൽ അതാണ് ഉചിതമെന്നാണ് സെലൻസ്കി പറയുന്നത്. ട്രംപ് പ്രസിഡന്റ് പദവിയിൽ എത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ അധികാരികമായി ഇടപെടാൻ കഴിയുകയുള്ളൂ എന്നാണ് ഉക്രൈന്റെ നിലപാട്. എന്നാൽ ട്രംപ് പറയുന്നത് സെലൻസ്കി സമാധാനം ആഗ്രഹിക്കുന്നതായിട്ടാണ് താൻ കരുതുന്നത് എന്നാണ്. റഷ്യൻ സൈന്യം ഉക്രൈനിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആർക്കും ഗുണം ചെയ്യാത്ത ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ എല്ലാത്തിനും ഉറവിടമായ ഉക്രൈന്റെ നാറ്റോ അംഗത്വമാകട്ടെ ഇപ്പോഴും വെറും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയുമാണ്.
കഴിഞ്ഞ ജൂലൈയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ ഉക്രൈന്റെ അംഗത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഇതിലും വലിയ നഷ്ടമാണ് ഉക്രൈനും അവരെ താങ്ങുന്ന അമേരിക്കയ്ക്കും വരാനിരിക്കുന്നത് എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാനാകുന്നത്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള റഷ്യ അതെടുത്ത് പ്രയോഗിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത്? റഷ്യ അത്തരമൊരു തീരുമാനം കൂടി എടുത്താൽ അത് ഈ ലോകത്തുണ്ടാക്കുന്ന പ്രത്യാഘാതം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമെന്നാണ് യുദ്ധവിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. പണ്ട് ജപ്പാനിൽ അണുബോംബിട്ട സാഹചര്യമല്ല ഇന്ന് ലോകത്തുള്ളത്. ഈ കാര്യം അമേരിക്കയും സഖ്യകക്ഷികളും ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? റഷ്യ ആണവായുധം ഇറക്കി കളിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഇറക്കിയാൽ തന്നെ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.